ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഒരു നരിമടയിലേക്കാണ് കേട്ടോ. നരിമട എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട, കാണാൻ അടിപൊളിയാണ്. ഒരുപാട് ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. നല്ല നൈസ് പ്ലേസാണ്. അപ്പോൾ ഇതെവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നംകുളത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിന് നരിമട എന്ന് മാത്രമല്ല കേട്ടോ പേര്. ഇതിൻ്റെ ശരിക്കുള്ള പേര് കല്ലായിക്കുന്ന് എന്നാണ്. കല്ലായിക്കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്. ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോണത്. ഒരു കാലത്ത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് നോക്കാം. അങ്ങോട്ട് പോകുന്ന വഴികളും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കുന്നംകുളത്ത് നിന്നും ഏകദേശം 4.5 കിലോമീറ്ററും പെരുമ്പിലാവിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്ററുമാണ് കല്ലായിക്കുന്നിലേക്കുള്ള ദൂരം. അങ്ങനെ നമ്മൾ കല്ലായിക്കുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുന്നൊരു ഫീലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകൾ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതൊന്ന് നോക്കാം. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അകത്ത് കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാലത്ത് വന്നാൽ 9 മണിക്ക് വന്നാലേ കാര്യമുള്ളൂ. അതിൻ്റെ ഏർലി മോർണിംഗ് 6 മണിക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഈ 5 രൂപ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേറെ പാർക്കിംഗ് ഫീസ് വേറെ വരുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ആ എമൗണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതൊരു എക്കോ ടൂറിസം സ്പോട്ടും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ കലശമല എന്നൊരു പേരും കൂടെ ഉണ്ട് ഇവിടെ. വന്നപ്പോഴാണ് ഞാനത് കണ്ടത്, കലശമല എന്നുള്ളത്. അപ്പോൾ ഒരു എക്കോ ടൂറിസം സ്പോട്ടും കൂടെയാണ്. എക്കോ ടൂറിസം ഇവർ എത്രത്തോളം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഒരു മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുളം പോലെയൊക്കെ കുത്തിയിട്ട് ഒരു മഴവെള്ള സംഭരണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹെർബൽ ഗാർഡനും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെർബൽ ഗാർഡനിൽ അതിന് ചെടികളൊന്നുമില്ല, ഔഷധ സസ്യങ്ങളൊന്നും ഇല്ല അധികം അതിൽ. പിന്നെ വ്യൂ പോയിന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ വന്ന ടൈം വളരെ മോശമായിരുന്നു, കാരണം ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രൈ ലാൻഡ് ആയിരുന്നു. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പം ഞാൻ ഇവിടുത്തെ ബാക്കിയുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. പിന്നെ നരിമട എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഇവിടെ ഒരു സ്പോട്ടുണ്ട് നരിമട എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഒരു നരിമട ഉണ്ടെന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു ഗുഹയുണ്ട്. ഏകദേശം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നരിമടയുടെ ഒരു പുറത്തുനിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് നരിമടയുടെ. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ലൊരു, അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉള്ള വലിയൊരു ഗുഹയായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി ഞാൻ. ഇതുവഴി അപ്പുറത്തേക്ക് കടക്കാനും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ വർഷക്കാലത്താണെങ്കിൽ അടിപൊളിയായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല, നൈസായിരിക്കും. പിന്നെ അത്യാവശ്യം ഉള്ളിലേക്ക് ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഈ നരിമടയുടെ ഉള്ളിലേക്ക് അത്യാവശ്യം ഏരിയ ഉണ്ട്. 2-3 ചെറിയ ഇതുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തേക്ക് കടക്കാനും പറ്റും. ഈ മടയുടെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കടക്കാനും പറ്റും. അവിടെയും ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ഗുഹ പോലെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്രയും കയറി വരാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയൊക്കെ തോന്നിയായിരുന്നു, കാരണം ഒരു ചെറിയൊരു ഭയം ഒക്കെ തോന്നി. പിന്നെ മേൾഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു ഹോളും കൂടെ ഉണ്ട്. അത് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ അകത്തേക്കൂടെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ഇപ്പുറത്തു കൂടെ ഇറങ്ങാൻ പറ്റും, അപ്പുറത്തു കൂടെ വരാൻ പറ്റും ഉള്ളിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വർഷക്കാലത്ത് ഇതൊരു അടിപൊളി സ്പേസ് ആയിരിക്കും, നല്ലൊരു രസമുള്ളൊരു സ്പേസാണ്. ഒരുപാട് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. വേനൽ ആയ കാരണം മൊത്തം ഉണങ്ങി ഫുള്ള് എല്ലാം ഇലകളെല്ലാം ഡ്രൈ ആയിട്ട് കുറച്ച് മരങ്ങൾ മാത്രമേ ഗ്രീനിഷായിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയയും ഉണങ്ങി തരിച്ചൊരു പാറപ്പുറമായിട്ട് നിൽക്കുക. അപ്പോഴേ പറയാൻ മാത്രമുള്ള വൈബൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇവിടെ. ഈ വർഷക്കാലത്ത് കഴിഞ്ഞാൽ പക്ക ഗ്രീൻലാൻഡ് ആയിരിക്കും. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രൈ ലാൻഡ് ആയിട്ട് കിടക്കും. പിന്നെ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നരിമട മാത്രമേ കാണാനുള്ളൂ. പക്ഷെ അത് അത്യാവശ്യം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പഴയ നരിമടയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് മാത്രമേ കാണാനുള്ളൂ ഇവിടെ, വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നാൽ അങ്ങനെ കഥയും പറഞ്ഞിരിക്കാം, അതിന് പറ്റിയൊരു സ്ഥലമാണ്. വർഷക്കാലത്ത് വന്നാൽ എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നും, കാരണം ഫുള്ള് ഗ്രീനായി കിടക്കണ കാരണം നല്ലൊരു ഭംഗി ഉണ്ടാവും. അല്ലാതെ പറയാൻ മാത്രമുള്ള ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. പുറത്ത് എക്കോ ടൂറിസം എന്നിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വ്യൂ പോയിന്റ്. പക്ഷെ വ്യൂ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, ഗ്രീനായിട്ടുള്ള ഒന്നും കാണാനില്ല. മൊത്തം വെട്ടി അവരെല്ലാം. ഇപ്പം മഴക്കാലമല്ലല്ലോ, ആ കാരണം കൃഷിയും കാര്യങ്ങളെല്ലാം വെട്ടിയിട്ടുണ്ട്. അപ്പം കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഏരിയ ഉണ്ട്. ഇത് ഒരു പാറപ്പുറം തന്നെയാണ്. ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷികളൊക്കെ കാണാമായിരുന്നു. അപ്പം അതൊന്നും ഇല്ല, ഒക്കെ ഡ്രൈ ആയി കിടക്കും അവിടെ. എല്ലാം സീസൺ ആവണ്ടേ. എല്ലാ ലൊക്കേഷനിലും പോയി കഴിഞ്ഞാൽ പറയാൻ ഒറ്റ കാര്യങ്ങളുള്ളൂ കേട്ടോ. കപ്പ
കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം. കാരണം അത്യാവശ്യം ഏരിയ ഉണ്ട്, ഒരുപാട് ഹൈഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു കുറച്ച് ഹിഡൻ പ്ലേസുകൾ കുറച്ചുണ്ട് ഇവിടെ, പെട്ടെന്ന് അങ്ങനെ ആരും വന്ന കാണാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടികളും അതൊന്നല്ല, കപ്പിൾസ് തന്നെയാണ് കൂടുതലും വരുന്നത്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, ഒരു കാലത്ത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ അക്രമമായിരുന്നു ഇവിടെ. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഏറ്റവും കൂടുതൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്ന ഒരു സ്ഥലമാണ്. വെഡ്ഡിങ് വീഡിയോഗ്രാഫേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഈ കല്ലായിക്കുന്ന് എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ ഡ്രൈ ലാൻഡ് ആയിട്ടുണ്ട്. അത് മെയിൻ കാരണം പറഞ്ഞില്ല, ഓരോ സീസണിൽ മാറി മാറി വരും. ഇപ്പം മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ മൊത്തം പച്ചയായിരിക്കും, നനഞ്ഞ് നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വേനൽക്കാലമാണല്ലോ, വേനൽക്കാലത്തിലേക്ക് കടന്നു. അപ്പം എല്ലാം പുല്ലുകളെല്ലാം അത്യാവശ്യം ഉണങ്ങി, ഈ മരങ്ങൾ മാത്രമേ, കുറച്ച് മരങ്ങൾ മാത്രമേ ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാം ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക്, ഈ പരിസരങ്ങളിലുള്ള ആൾക്കാർക്ക് വന്നു കണ്ടിരുന്ന് കമ്പനി അടിച്ചിരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അതിൽ കൂടുതലൊന്നും പറയാൻ മാത്രമുള്ള സ്ഥലമൊന്നുമില്ല. വൺ ഡേ ട്രിപ്പിനായിട്ട് വരാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. വല്ല അൽഫാമൊക്കെ അടിച്ച് സെറ്റാക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ബോർഡ് കണ്ട്, വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞങ്ങോട്ട്. നമുക്ക് അവിടെ പോയി നോക്കാം, അവിടെ നിന്ന് എന്തെങ്കിലും വ്യൂ ഉണ്ടോയെന്നുള്ളത് നോക്കാം. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇവിടെ മഴ ഇല്ലാത്ത കാരണം ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. കുഴപ്പമില്ല, നമുക്കൊരു 10 രൂപ കൊടുത്ത് കയറിയിട്ട് അത്യാവശ്യം ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിയൊരു എന്താ, ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു 2-3 എണ്ണമൊക്കെ കാണുന്നുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കും വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. ഒന്ന് കയറി നോക്കാം. എപ്പോഴും ഓരോ സ്ഥലങ്ങൾ, ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗിൽ ഇറങ്ങാം. 6 മണിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുക, ഒരു മാക്സിമം 10 മണി വരെ. വൈകുന്നേരം 4 മണി മുതൽ വൈകിട്ട് ഒരു 6-7 മണി വരെ, 8 മണി ആയാലും ഇവിടെ ഇരിക്കാൻ പറ്റും. പക്ഷേ ക്ലോസിങ് ടൈം ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. ക്ലോസിങ് ടൈം ഉണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മളെ കുന്നംകുളത്തിനടുത്തും ഇതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വർഷക്കാലത്ത് നല്ല സ്ഥലങ്ങളാണ്, വേനൽക്കാലത്ത് നമുക്ക് ഒന്നും ഫീൽ ചെയ്യാനില്ല. അപ്പോൾ പ്രതീക്ഷിച്ച് വന്നൊരു വൈബൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല, കാണാൻ അത്യാവശ്യം തിരക്കേടുള്ളൊരു സ്ഥലമാണ്. വൈകുന്നേരങ്ങൾ വന്നിരുന്ന് വർത്താനൊക്കെ പറയാൻ പറ്റിയ സ്ഥലമാണ്. വർഷകാലത്തൊന്നും നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഗ്രീനിഷൊക്കെ നല്ല നല്ല രസമുണ്ടായിരിക്കും കാണാം. പിന്നെ ആ നരിമടയിൽ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും, കണ്ടൻ്റൊക്കെ ഉള്ള കാരണം അങ്ങനെ വെള്ളം ഇറ്റ് വീഴുന്നവരെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ വർഷകാലത്ത് വന്ന് വീഡിയോ ചെയ്താൽ ബെറ്റർ ആയിരിക്കും തോന്നണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരെയ്ക്കും സൈനിങ്.